എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻറ്റിന് 1-2 കുട്ടികളുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അവർ അടുത്തൊരു കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യും. അപ്പം വൈഫിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ആളൊട്ടും ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. ആൾ കുറച്ചൊരു പ്ലംബി ആയിട്ടുള്ള ശരീരപ്രകൃതിയായിരുന്നു. ഹൈറ്റ് കുറവായിരുന്നു, കുറച്ച് ഒരു 110 kg അങ്ങനെ കണ്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വിശദമായിട്ട് എന്തുകൊണ്ടാണെന്നുള്ള ഒരു അനാലിസിസ് ചെയ്യും. അപ്പോൾ അവരുടെ ഡയറ്ററി ഹാബിറ്റ്സ് എടുത്ത് നോക്കിയപ്പോൾ ആൾക്ക് എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ മിൽക്ക്, എഗ്ഗ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുറേ കഴിക്കുമെന്ന് ആൾ പറഞ്ഞു. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇയാളുടെ അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയെന്താണെന്ന് വെച്ചാൽ ആളുടെ ടെസ്റ്റോസ്റ്ററോൺ വളരെ കുറവായിരുന്നു. ഇപ്പം നോർമൽ റേഞ്ചിൽ തന്നെ ഏറ്റവും ലോ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല ആളുടെ ഈസ്ട്രജൻ ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവർക്ക് കപ്പിളിന് തെറാപ്പി, സെക്സ് കൗൺസിലിംഗ് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ഒരു ഡയറ്ററി ചേഞ്ചും ഒരു എക്സസൈസ് പ്ലാനും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത 3 മാസത്തേക്ക് ആൾ ഡയറ്റ് ചേഞ്ച് ചെയ്തതിൽ താൽക്കാലികമായിട്ട് എഗ്ഗ്, ചിക്കൻ, മിൽക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് നന്നായിട്ട് തന്നെ കുറയ്ക്കാൻ പറഞ്ഞു. താൽക്കാലികമായിട്ട്. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു. പക്ഷേ ഈ ഒരു നമ്മൾ ആയുർവേദത്തിൽ പഥ്യം പറയണ പോലെ തന്നെ പറഞ്ഞു. എന്നിട്ട് ആൾ മറ്റേ എക്സസൈസ് ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓവർ ദ നെക്സ്റ്റ് 3 months പീരീഡ് ആൾ വെയിറ്റ് കുറയുകയും ചെയ്തു. നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരിക്കും റിസൾട്ട്? ടെസ്റ്റോസ്റ്ററോൺ കൂടിയിട്ടുണ്ടാവും, ഈസ്ട്രജൻ കുറഞ്ഞിട്ടുണ്ടാവും. ടെസ്റ്റോസ്റ്ററോൺ കൂടി, ഈസ്ട്രജൻ കുറഞ്ഞു. അപ്പോൾ ആൾക്ക് ആദ്യം നോക്കിയപ്പോൾ ഈസ്ട്രജൻ 450 ആ ഒരു റേഞ്ച് ആയിരുന്നു. ടെസ്റ്റോസ്റ്ററോൺ ഒരു 300 അത്രേ ഉണ്ടായുള്ളൂ. രണ്ടാമത് നോക്കിയപ്പം ഈസ്ട്രജൻ 180 ആയി, ഈ ടെസ്റ്റോസ്റ്ററോൺ കൂടി കുറച്ചും കൂടെ ഹയർ റേഞ്ചിലായി. ആളുടെ വെയിറ്റ് ഒരു റഫ്ലി 15 kg ആൾക്ക് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ വെയിറ്റ് കുറഞ്ഞതുകൊണ്ടും ഒരു എഫക്റ്റ് ഉണ്ട്. പിന്നെ ഇനി ഡയറ്ററി ഇത് മേ ബി ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് ആളുടെ തമാശ എന്താ വെച്ചാൽ ആളുടെ സെക്ഷൽ ഫങ്ഷനിൽ വലിയ വ്യത്യാസം വന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഇത് ടൈം എടുത്തിട്ടാണ് അത് ശരിയാവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ തെറാപ്പി അനദർ ഒരു 3 to 6 months കൊടുത്തിട്ടാണ് ആളുടെ സെക്ഷൽ ഫങ്ഷൻ അത് കഴിഞ്ഞ് ഇമ്പ്രൂവ് ചെയ്തത്. കാരണം എനിക്ക് തോന്നുന്നു നെർവ്സാണ് ഇതൊക്കെ. അപ്പോൾ സഡനായിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കില്ല, പിന്നെയും കുറച്ച് ടൈം എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു ആളുടെ കോൺഫിഡൻസിലും ഇതിലൊക്കെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ആളുടെ വൈഫിന് കുറച്ച് ഈ PCOD ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇച്ചിരി അഗ്രസീവായിരുന്നു. എപ്പോഴും ഇത് ശരിയാവണില്ല, നിങ്ങൾ കൊള്ളില്ല, അങ്ങനെയൊക്കെ കുറച്ചൊരു അക്യൂസേഷനുള്ള ഒരു നേച്ചറായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പുള്ളിക്ക് ആ കോൺഫിഡൻസ് വല്ലാതെ കുറഞ്ഞത് കൊണ്ടൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് തെറാപ്പി വഴി റിവേഴ്സ് ചെയ്യാൻ പറ്റി.